ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് ഇന്റർനെറ്റ് സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ്. ആദ്യമേ സൂചിപ്പിച്ചിരുന്നുവല്ലോ, ഇ കൊമേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഇന്റർനെറ്റിന്റെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയാണ് എന്ന്. ആയതിനാൽ തന്നെ ഇ കൊമേഴ്സിന്റെ മികവുറ്റ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ IT സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കുന്നതിനും ഇന്റർനെറ്റ് സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ് കൂടിയേ തീരൂ. അടുത്തതായി സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറുകൾ, സെർവറുകൾ, മൊബൈൽ ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് സിസ്റ്റങ്ങൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ, ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ എന്നിവയെ സൈബർ ആക്രമണങ്ങളിൽ നിന്ന് ഫിസിക്കലായും ടെക്നോളജിക്കലായും പരിരക്ഷ ഉറപ്പു വരുത്തുന്ന രീതിയെയാണ് സൈബർ സെക്യൂരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈബർ സെക്യൂരിറ്റിയെ ഇൻഫർമേഷൻ ടെക്നോളജി സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നീ പേരുകളിലും അറിയപ്പെടാറുണ്ട്. അടുത്തതായി ചാലഞ്ചസ് ഓഫ് സൈബർ സെക്യൂരിറ്റി. നെറ്റ്വർക്ക് സെക്യൂരിറ്റി, ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി, എൻഡ് പോയിന്റ് സെക്യൂരിറ്റി, ഡാറ്റ സെക്യൂരിറ്റി, ഐഡന്റിറ്റി മാനേജ്മെന്റ്, ഡാറ്റാബേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി, ക്ലൗഡ് സെക്യൂരിറ്റി, മൊബൈൽ സെക്യൂരിറ്റി, ഡിസാസ്റ്റർ റിക്കവറി ഓർ ബിസിനസ് കണ്ടിന്യൂറ്റി പ്ലാനിംഗ്, എൻഡ് യൂസർ എഡ്യൂക്കേഷൻ മുതലായവ ഏതാനും ചില ചാലഞ്ചസുകളാണ്. ഇനി ഇവ ഓരോന്നും എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ആദ്യത്തേത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ഹാക്കേഴ്സിൽ നിന്നും സൈബർ ആക്രമണങ്ങളിൽ നിന്നും മാൾവെയറുകൾ അല്ലെങ്കിൽ വൈറസുകളിൽ നിന്നും നെറ്റ്വർക്കുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്റർനെറ്റിൽ അധിഷ്ഠിതമായ ഏതൊരു സംരംഭത്തിനും നെറ്റ്വർക്ക് സെക്യൂരിറ്റി അത്യന്താപേക്ഷിതമായ ഒരു ഘടകം കൂടിയാണ്. അടുത്തത് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി. സോഫ്റ്റ്വെയറുകളെയും മറ്റ് ഇന്റർനെറ്റ് അനുബന്ധ ഉപകരണങ്ങളെയും സൈബർ ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുവീഴ്ചയില്ലാതെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയെയാണ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എൻഡ് പോയിന്റ് സെക്യൂരിറ്റി. ലാപ്ടോപ്പുകൾ അല്ലെങ്കിൽ മറ്റ് വയർലെസ് മൊബൈൽ ഉപകരണങ്ങൾ പോലുള്ള വിദൂര ഉപകരണങ്ങൾ വഴി കോർപ്പറേറ്റ് നെറ്റ്വർക്കിനെ ആക്സസ് ചെയ്യുമ്പോൾ പ്രസ്തുത നെറ്റ്വർക്കിനെ പരിരക്ഷിക്കുന്നതിനുള്ള ഒരു രീതിയെയാണ് എൻഡ് പോയിന്റ് സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നത്. അടുത്തതായി ഡാറ്റ സെക്യൂരിറ്റി. ഡാറ്റ സെക്യൂരിറ്റി എന്നാൽ ഡാറ്റാബേസിലോ സിസ്റ്റത്തിലോ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഡാറ്റയെ സൈബർ ആക്രമണങ്ങളിൽ നിന്നോ മാൾവെയറുകളിൽ നിന്നോ അതുമല്ലെങ്കിൽ ഹാക്കേഴ്സിൽ നിന്നോ പ്രൊട്ടക്ട് ചെയ്യുകയും ഡാറ്റ ഇന്റഗ്രിറ്റി നിലനിർത്തുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡാറ്റ സെക്യൂരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഐഡന്റിറ്റി മാനേജ്മെന്റ്. നെറ്റ്വർക്കുകൾ, ആപ്ലിക്കേഷനുകൾ, സിസ്റ്റംസ് എന്നിവ ആക്സസ് ചെയ്യുന്ന ആളുകളെ തിരിച്ചറിയുകയും ആക്സസ് ഉള്ള ആളുകൾക്ക് മാത്രം, അതായത് ഓത്തറൈസ്ഡ് ആയ ആളുകൾക്ക് മാത്രം ഉപയോഗിക്കുവാൻ അനുമതി നൽകുകയും ചെയ്യുക, അല്ലാത്തവരെ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്ന പ്രോസസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതായി ഡാറ്റാബേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി. ബിസിനസ് ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്ന ഡാറ്റാബേസ് അതുപോലെ തന്നെ നെറ്റ്വർക്ക് സെർവറുകൾ പോലുള്ള ഡാറ്റാബേസിന്റെ അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് സുരക്ഷ ഒരുക്കുന്ന രീതിയെയാണ് ഇവിടെ ഡാറ്റാബേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി ക്ലൗഡ് സെക്യൂരിറ്റി. ക്ലൗഡ് കമ്പ്യൂട്ടിംഗുമായി ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറുകളെയും സോഫ്റ്റ്വെയറുകളെയും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയെയാണ് ക്ലൗഡ് സെക്യൂരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി മൊബൈൽ സെക്യൂരിറ്റി. വയർലെസ് കമ്പ്യൂട്ടിംഗിൽ നിലനിൽക്കുന്ന ഭീഷണികളിൽ നിന്നും മറ്റു സൈബർ ആക്രമണങ്ങളിൽ നിന്നും സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ, ലാപ്ടോപ്പുകൾ, മറ്റ് പോർട്ടബിൾ കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ, അവ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കുകൾ എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കലാണ് മൊബൈൽ സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇ കൊമേഴ്സിൽ മൊബൈൽ ഡിവൈസുകളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. ഏതെങ്കിലും ഒരു കാരണവശാൽ നിലവിലെ സിസ്റ്റം ഫെയിലിയർ ആയാൽ വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്നും മുക്തി നേടാനാണ് ഡിസാസ്റ്റർ റിക്കവറി പ്ലാനുകൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ സ്വാഭാവികമായും നിലവിലെ സിസ്റ്റം പരാജയപ്പെടാം. അങ്ങനെ സംഭവിച്ചാൽ പ്രവർത്തനരഹിതമായ സമയം കൂടുന്നതിനനുസരിച്ച് ബിസിനസിന്റെ നഷ്ടങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ആയതിനാൽ പ്രവർത്തനരഹിതമായ സമയം കുറയ്ക്കുന്നതിന് ലക്ഷ്യമിടുകയും സാധ്യമായ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാങ്കേതിക പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതിനെയാണ് ഡിസാസ്റ്റർ
റിക്കവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ വളരെ ഷോർട്ട് ടൈമിൽ റിക്കവർ ആവുക, അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ മുൻകൂട്ടി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അടുത്തതാണ് എൻഡ് യൂസർ എഡ്യൂക്കേഷൻ. സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് ഹ്യൂമൻ എറർ തന്നെയാണ്. ഈ റിസ്കിനെ ഒഴിവാക്കാൻ സിസ്റ്റം ഉപയോഗിക്കുന്ന ആളുകൾക്ക് വിദഗ്ധമായ ട്രെയിനിങ് നൽകിയാൽ ഈ റിസ്കിൽ നിന്നും വലിയ ഒരു പരിധിവരെ രക്ഷ നേടാനാവും. ആയതിനാൽ എൻഡ് യൂസർ എഡ്യൂക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം തന്നെയാണ്. മുകളിൽ പറഞ്ഞവ മാത്രമല്ല, റാൻസം വെയറുകൾ, IoTയിൽ വന്നിരിക്കുന്ന ത്രെട്ടുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് മുതലായവ ഉപയോഗിച്ചുകൊണ്ടുള്ള നൂതനമായ സൈബർ അറ്റാക്കുകൾ എന്നിവയും ഇന്ന് സൈബർ സെക്യൂരിറ്റി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ തന്നെയാണ്. അടുത്തതായി സൈബർ സെക്യൂരിറ്റി ഗോൾസ്. 3 അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് പ്രധാനമായും സൈബർ സെക്യൂരിറ്റി ഗോൾസിന്റെ ഭാഗമായി വരുന്നത്. 1 കോൺഫിഡൻഷ്യാലിറ്റി, 2 ഇന്റഗ്രിറ്റി, 3 അവൈലബിലിറ്റി. ആദ്യത്തേത് കോൺഫിഡൻഷ്യാലിറ്റി. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഡാറ്റ അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള ഡാറ്റ, ഉദാഹരണത്തിന് മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ മറ്റോ ശേഖരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഡാറ്റ നിങ്ങൾ അനുമതി നൽകിയ സിസ്റ്റങ്ങൾക്ക് മാത്രമേ ആക്സസ് ചെയ്യുവാൻ കഴിയൂ എന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മളുടെ കൈവശമുള്ളതോ സെൻഡ് ചെയ്യുന്നതോ ആയ ഡാറ്റ ഒരു കാരണവശാലും ചോരുന്നില്ല അല്ലെങ്കിൽ അനുമതിയില്ലാത്ത മറ്റൊരാൾ ആക്സസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് തീർത്തും ഡാറ്റയുടെ അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ രഹസ്യാത്മകത നിലനിർത്തുക എന്നതു തന്നെയാണ് കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ഇന്റഗ്രിറ്റി. ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ശേഖരിക്കുകയോ സെൻഡ് ചെയ്യുകയോ ചെയ്തതിനു ശേഷം അത് റിസീവ് ചെയ്യുമ്പോഴും പുനരുപയോഗം നടത്തുമ്പോഴും പ്രസ്തുത ഡാറ്റയുടെ അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ കണ്ടന്റിൽ ഒരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല. അതായത് കറപ്റ്റഡ് ആവരുത് എന്നർത്ഥം. ഇത് ഉറപ്പുവരുത്തുന്നതിനെയാണ് ഇന്റഗ്രിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്. മൂന്നാമത്തേത് അവൈലബിലിറ്റി. ബിസിനസ് ചെയ്യുന്നവർക്കോ അതിൻ്റെ ക്ലയന്റുകൾക്കോ ആവശ്യമുള്ള സമയത്ത് അനുവദനീയമായ സർവീസുകളും ഇൻഫർമേഷനും എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യുവാൻ സാധിക്കണം. ഇങ്ങനെ ആക്സസ് ചെയ്യുവാൻ സാധിക്കുന്നതിനെയാണ് അവൈലബിലിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് 24/7 ഇൻഫർമേഷനും സർവീസുകളും അവൈലബിൾ ആയിരിക്കണം എന്ന് അർത്ഥം. അടുത്തതായി ഇ കൊമേഴ്സ് സെക്യൂരിറ്റി. വീണ്ടും ഇ കൊമേഴ്സ് എന്താണ് എന്ന് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. മുന്നേയുള്ള സെഷൻസിൽ ഇ കൊമേഴ്സിനെ കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ സൂചിപ്പിച്ചുവല്ലോ, ഇന്റർനെറ്റിന്റെ സേവനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇ കൊമേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന്. ആയതിനാൽ തന്നെ അനധികൃതമായ ആക്സസ്, അതുപോലെ തന്നെ അനധികൃതമായ ഉപയോഗം അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ എന്നിവയിൽ നിന്ന് വിവിധങ്ങളായ ഇ കൊമേഴ്സ് ആസ്തികൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനെയാണ് ഇ കൊമേഴ്സ് സെക്യൂരിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ആസ്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ സർവീസുകൾ, ഇ കൊമേഴ്സ് നെറ്റ്വർക്കുകൾ എന്നിങ്ങനെ പലതും ആവാം. അടുത്തതായി ഇ കൊമേഴ്സ് ത്രെട്ട്. അന്യായ മാർഗങ്ങൾക്കായുള്ള ഇന്റർനെറ്റിന്റെ ഉപയോഗം ഇന്ന് ഇ കൊമേഴ്സ് മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ്. ഉദാഹരണത്തിന് ഇന്റർനെറ്റ് ഉപയോഗിച്ചുള്ള മോഷണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആവാം. അതുപോലെ തന്നെ വഞ്ചന, സുരക്ഷാ ലംഘനം, ഉദാഹരണത്തിന് ഹാക്കിംഗ് പോലുള്ള മെത്തേഡുകൾ എന്നിവയെല്ലാം ഇന്ന് ഇ കൊമേഴ്സ് മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ്. ഇത് മാത്രമല്ല, ഒരുപാട് വെല്ലുവിളികൾ ഇ കൊമേഴ്സ് മേഖല നേരിടുന്നുണ്ട്. അടുത്തതായി ഇ കൊമേഴ്സ് മേഖല നേരിടുന്ന സെക്യൂരിറ്റി ത്രെട്ടുകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഫിനാൻഷ്യൽ ഫ്രോഡ്സ്, ഫിഷിംഗ്, സ്പാമിംഗ്, DOS ആൻഡ് DDoS attacks, malware or virus, exploitation of known vulnerabilities, bots, brute force, man in middle, e-skimming മുതലായവ ഇ കൊമേഴ്സ് സെക്യൂരിറ്റി മേഖല നേരിടുന്ന ഏതാനും വെല്ലുവിളികൾ തന്നെയാണ്. ഇനി ഇവ ഓരോന്നും എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഇതിൽ ആദ്യത്തേത് ഫിനാൻഷ്യൽ ഫ്രോഡ്. ഇ കൊമേഴ്സ് മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ഇന്റർനെറ്റിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ. ഒരുപാട് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഇന്ന്
ഇ കോമേഴ്സ് മേഖല നേരിടുന്നുണ്ട് എങ്കിലും പ്രധാനമായും 2 തരത്തിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്. 2, റിട്ടേൺ ഫ്രോഡ്. ഇതിൽ ആദ്യത്തേത് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്. ഇ കോമേഴ്സ് സ്റ്റോറിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനായി ഒരു സൈബർ കുറ്റവാളി മോഷ്ടിച്ച ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ അനധികൃതമായി കൈപ്പറ്റിയ കാർഡിന്റെ ഡീറ്റെയിൽസോ ഉപയോഗിക്കുവാനുള്ള സാധ്യത സാധാരണയായി കണ്ടുവരുന്നു. അത്തരം സാഹചര്യങ്ങളിൽ ഷിപ്പിംഗ് ബില്ലിംഗ് വിലാസങ്ങളിൽ വ്യത്യസ്തത പ്രകടമായി കാണാവുന്നതാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ തടയുവാനും കണ്ടെത്തുവാനും AVS അല്ലെങ്കിൽ അഡ്രസ് വെരിഫിക്കേഷൻ സിസ്റ്റം ഇ കോമേഴ്സ് സ്റ്റോറിന്റെ ഭാഗമാക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. അടുത്തതായി റിട്ടേൺ ഫ്രോഡ്. പല രീതിയിലും ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടാവുന്നതാണ്. ഉദാഹരണത്തിന്, കുറ്റവാളി യഥാർത്ഥ പ്രോഡക്റ്റിന് പകരം മോഷ്ടിച്ച പ്രോഡക്റ്റുകൾ റിട്ടേൺ ചെയ്യുന്ന അവസ്ഥ. മോഷ്ടിച്ച റെസിപ്റ്റുകളുടെ സഹായത്തോടുകൂടി പണം അന്യായമായി കൈപ്പറ്റുക. മറ്റൊരാളുടെ റെസിപ്റ്റ് ഉപയോഗിച്ച് വാങ്ങിയ പ്രോഡക്റ്റിനു പകരം മറ്റൊരു പ്രോഡക്റ്റ് തിരികെ നൽകി പണം കബളിപ്പിക്കുവാൻ ശ്രമിക്കുക. വാങ്ങിയ പ്രോഡക്റ്റിനു പകരം പ്രോഡക്റ്റിൽ ഡാമേജ് ഉണ്ട് എന്ന് കാണിച്ച് മറ്റൊരു പ്രോഡക്റ്റ് തിരിച്ച് അയച്ച് പണം തട്ടുക. ഇതെല്ലാം മുകളിൽ പറഞ്ഞ കുറ്റകൃത്യത്തിന്റെ അടിയിൽ പെടുത്താവുന്നതാണ്. അടുത്തതായി ഫിഷിംഗ്. ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളുടെ അല്ലെങ്കിൽ പണമിടപാട് നടത്തുന്ന വെബ്സൈറ്റുകളുടെ, ഉദാഹരണത്തിന് ബാങ്കിംഗ് വെബ്സൈറ്റുകളുടെ വ്യാജ പതിപ്പുകൾ ഉണ്ടാക്കി, അതായത് ഒറിജിനലിനെയും ഫേക്കിനെയും തിരിച്ചറിയുവാൻ പ്രയാസമാണ്. ഒരു കൺസ്യൂമറുടെ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് പോലുള്ള വളരെ കോൺഫിഡൻഷ്യലായ ഇൻഫർമേഷൻ ചോർത്തിയെടുക്കുന്ന വഞ്ചനാപരമായ ശ്രമത്തെയാണ് ഫിഷിംഗ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു ബാങ്കിന്റെ വെബ്സൈറ്റ് പോലെ തന്നെ തോന്നിക്കുന്ന മറ്റൊരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഉപഭോക്താവിന്റെ ഓൺലൈൻ ബാങ്കിങ്ങിന്റെ യൂസർ നെയിമും പാസ്വേഡും തട്ടിയെടുക്കുന്നത് ഫിഷിംഗിന് ഉദാഹരണമാണ്. അടുത്തതായി സ്പാമിംഗ്. ഓഫറുകളാണ് എന്ന വ്യാജേന ഇൻഫെക്റ്റഡ് ലിങ്കുകളെ ഇമെയിലിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ അയക്കുകയും അത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ നിയന്ത്രണം സ്പാം ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ പ്രസ്തുത സ്പാം വെബ്സൈറ്റുകളിലേക്ക് നയിക്കുകയോ ചെയ്യാം. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന ഒരു ഉപഭോക്താവ് സ്പാം അറ്റാക്കിന് ഇരയായി തീരും. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, പല ഇ കോമേഴ്സ് കമ്പനികളുടെയും ഓഫർ എന്ന വ്യാജേന ഇത്തരം ലിങ്കുകൾ ധാരാളമായി പ്രചരിച്ചു വരാറുണ്ട്. അടുത്തതായി DOS ആൻഡ് DDoS അറ്റാക്സ്. ഒരു ഇ കോമേഴ്സ് സെർവറിന് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നതിനും കൂടുതൽ അഭ്യർത്ഥനകളുടെ പ്രളയം നിരവധി ഫേക്ക് IP വിലാസങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാജമായി സൃഷ്ടിച്ചെടുക്കുന്നതിനെയാണ് DDoS അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് വിളിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത്, ഇ കോമേഴ്സ് സെർവറുകളിൽ അഭ്യർത്ഥനകളുടെ പ്രളയം സംഭവിക്കുമ്പോൾ ഒരിക്കലും ആ സെർവറിന് അത്രയും അധികം റിക്വസ്റ്റുകളെ പ്രോസസ് ചെയ്യുവാൻ സാധിക്കില്ല. സ്വാഭാവികമായും സെർവർ ഹാങ് ആവുകയും ഒറിജിനൽ റിക്വസ്റ്റുകൾക്ക് പോലും മറുപടി അയക്കുവാൻ കഴിയാത്ത രീതിയിലേക്ക് ഡൗൺ ആവുകയും ചെയ്യുന്നു. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വൻ ബിസിനസ് നഷ്ടത്തിന് തന്നെ കാരണമായേക്കാം. അടുത്തതായി മാൾവെയർ ഓർ വൈറസ്. ഹാക്കർമാർ അല്ലെങ്കിൽ സൈബർ കുറ്റവാളികൾ പലതരത്തിലുള്ള മലീഷ്യസ് സോഫ്റ്റ്വെയറുകളെ രൂപകൽപ്പന ചെയ്യുകയും ഉപഭോക്താവിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ പ്രസ്തുത മലീഷ്യസ് സോഫ്റ്റ്വെയറുകളെ അവരുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യപ്പെട്ടേക്കാം. ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട സിസ്റ്റം അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയ സിസ്റ്റം ആണ് ഒരു ഉപഭോക്താവ് ഉപയോഗിക്കുന്നത് എങ്കിൽ വിലയേറിയ പല വിവരങ്ങളും ഈ മലീഷ്യസ് സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്ത ഹാക്കേഴ്സിന് ചോർത്തിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. പല തരത്തിലുള്ള മലീഷ്യസ് സോഫ്റ്റ്വെയറുകളും ഇന്ന് നിലവിലുണ്ട്. ഉദാഹരണത്തിന് വൈറസ്, ട്രോജൻ ഹോഴ്സസ്, റാൻസംവെയർ മുതലായവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. അടുത്തതായി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നോൺ വൾണറബിലിറ്റീസ്. ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിലെ നിലവിലുള്ള അല്ലെങ്കിൽ പ്രകടമായ സുരക്ഷാ വീഴ്ചകളെ സൈബർ അറ്റാക്കുകൾക്കായി പ്രയോജനപ്പെടുത്തുന്ന രീതിയെയാണ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നോൺ വൾണറബിലിറ്റീസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് SQL ഇഞ്ചക്ഷൻ, ക്രോസ് സൈറ്റ്
സ്ക്രിപ്റ്റിംഗ് മുതലായ വൾണറബിലിറ്റീസ് ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റിന്റെ ഭാഗമായി ഉണ്ട് എങ്കിൽ അതിനെ പ്രയോജനപ്പെടുത്തി സൈബർ അറ്റാക്കുകൾ നടത്തുന്നതിനെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അടുത്തതായി ബോട്ട്സ്. ഹാക്കർമാർ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളെ സ്ക്രാപ്പ് ചെയ്യുവാൻ കഴിയുന്ന പ്രത്യേക ബോട്ടുകളെ വികസിപ്പിച്ചെടുക്കുകയും അതിലൂടെ ഇൻവെന്ററി ഡീറ്റെയിൽസ്, പ്രൈസ് മുതലായവ കൈക്കലാക്കുവാനും ഈ വിവരങ്ങളെ ബിസിനസ് എതിരാളികൾക്ക് കൈമാറുകയും പ്രസ്തുത വിവരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് എതിരാളികൾക്ക് അവരുടെ പ്രോഡക്റ്റിന്റെ വില, മറ്റുള്ള കാര്യങ്ങൾ നിജപ്പെടുത്തുന്നതിനും അതിലൂടെ ബോട്ട് ആക്രമണത്തിന് ഇരയായ കമ്പനികൾക്ക് ബിസിനസ് നഷ്ടം ഉണ്ടാകുവാനും ഇത് കാരണമാകുന്നു. അടുത്തതായി മാൻ ഇൻ മിഡിൽ. ഇ കൊമേഴ്സ് സ്റ്റോറും ഉപഭോക്താവും തമ്മിലുള്ള ആശയവിനിമയത്തെ ഇതിനിടയിൽ ഇൻട്രൂഡ് ചെയ്തുകൊണ്ട് ഒരു ഹാക്കർ കൈക്കലാക്കുന്നതിനെയാണ് മാൻ ഇൻ മിഡിൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്തതായി ഈ സ്കിമ്മിംഗ്. വിവിധ മാർഗങ്ങളിലൂടെ ഉപഭോക്താവിന്റെ വ്യക്തിഗത പേയ്മെന്റ് വിശദാംശങ്ങൾ ചോർത്തിയെടുക്കുന്നതിനെയാണ് സ്കിമ്മിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് പലതരത്തിലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. അടുത്തതായി സെക്യൂരിറ്റി പോളിസീസ്. ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ബിസിനസ് ആപ്ലിക്കേഷൻസ്, ബിസിനസ് ഓറിയന്റഡ് ഇൻഫർമേഷൻ അസറ്റ്സ് എന്നിവയിലേക്ക് ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ആക്സസ് മാത്രം ഉറപ്പാക്കുന്നതിന് പ്രസ്തുത ഓർഗനൈസേഷൻ നടപ്പിൽ വരുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങളെയും ചട്ടങ്ങളെയുമാണ് സെക്യൂരിറ്റി പോളിസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഇ കൊമേഴ്സ് ഓർഗനൈസേഷനിൽ സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പല കാര്യങ്ങളെയും അക്കൗണ്ടബിൾ ആക്കുന്നതിനും പ്രസ്തുത ഇ കൊമേഴ്സ് സ്ഥാപനത്തിൽ നടപ്പിൽ വരുത്തിയിരിക്കുന്ന ചട്ടങ്ങളെയും മാർഗനിർദ്ദേശങ്ങളെയുമാണ് ഇവിടെ സെക്യൂരിറ്റി പോളിസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി നീഡ് ഓഫ് സെക്യൂരിറ്റി പോളിസീസ്. അതായത് സെക്യൂരിറ്റി പോളിസീസിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു നല്ല സെക്യൂരിറ്റി പോളിസി ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായി ഉണ്ട് എങ്കിൽ സ്വാഭാവികമായും അത് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുവാൻ സഹായിക്കുന്നു. അതായത് ഒരു എംപ്ലോയിയുടെ റോൾ എന്താണ്, അതുപോലെ തന്നെ അവർ എന്തെല്ലാം കാര്യങ്ങളിലാണ് ഏർപ്പെടേണ്ടത്, അവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായും അത് എഫിഷ്യൻസി കൂട്ടുവാൻ സഹായിക്കും എന്ന് സാരം. ഇത് സമയവും പണവും വിഭവങ്ങളും ലാഭിക്കുവാനും സ്ഥിരതയുടെ തോത് വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. അതുപോലെ തന്നെയാണ് ഒരു നല്ല സെക്യൂരിറ്റി പോളിസി ഉണ്ട് എങ്കിൽ അത് അച്ചടക്കവും അക്കൗണ്ടബിലിറ്റിയും ഉയർത്തിപ്പിടിക്കുവാൻ സഹായിക്കുന്നു. അതായത് ഒരു മനഃപൂർവമായ ഹ്യൂമൻ എറർ സംഭവിക്കുകയോ അതുമല്ലെങ്കിൽ ഒരു സിസ്റ്റം സെക്യൂരിറ്റിയിൽ വീഴ്ച സംഭവിക്കുകയോ ചെയ്താൽ മികച്ച ഒരു സെക്യൂരിറ്റി പോളിസി നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുവാനും അതുപോലെ തന്നെ കോടതിയിലെ കേസുകളെ സഹായിക്കുവാനും ഈ പോളിസികളെ കമ്പനിക്ക് കൂട്ടുപിടിക്കാവുന്നതാണ്. അതായത് നിലനിൽക്കുന്ന സെക്യൂരിറ്റി പോളിസിയുടെ വയലേഷൻ ആണ് എന്ന് വാദിക്കാവുന്നതാണ് എന്ന് അർത്ഥം. അത് പാലിക്കേണ്ട ഉത്തരവാദിത്തം ഒരു എംപ്ലോയിയിൽ അർപ്പിതമാണ് എന്നും സ്ഥാപിച്ചെടുക്കുവാൻ വളരെ എളുപ്പമായി സാധിക്കുന്നതാണ്. അടുത്തതായി ഇറ്റ് ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് എ ബിസിനസ് ഡീൽ. രണ്ടു കമ്പനികൾക്കിടയിൽ ബിസിനസ് ഡീൽ നടക്കുമ്പോൾ സെൻസിറ്റീവായ ബിസിനസ് പോളിസീസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി പോളിസീസ് ഒരിക്കലും അവരുടെ വെൻഡേഴ്സിന് നൽകണം എന്ന് നിർബന്ധമില്ല. ഇങ്ങനെ നൽകുന്നതിലൂടെ അവരുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ നഷ്ടപ്പെടുവാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ ഒരിക്കലും അത്തരം ഇൻഫർമേഷൻ ഷെയർ ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല എന്ന് സാരം. വലിയ ബിസിനസ്സുകളാണ് നടക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും പരിരക്ഷ ഉറപ്പാക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുവരുത്തുവാൻ സാധിക്കും. പക്ഷേ ചെറിയ ബിസിനസ്സുകളിൽ ഏർപ്പെടുമ്പോൾ, അതായത് സുരക്ഷാ സംവിധാനങ്ങൾ കുറവുള്ള ചെറുകിട ബിസിനസ്സുമായി ഇടപെടുമ്പോൾ സ്വന്തം സുരക്ഷിതത്വം ഉറപ്പു വരുത്തുകയും അത് പരിരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അടുത്തത് ഇറ്റ് ഹെൽപ്സ് ടു എഡ്യൂക്കേറ്റ് എംപ്ലോയീസ് ഓൺ സെക്യൂരിറ്റി ലിറ്ററസി. ഒരു നല്ല റിട്ടേൺ സെക്യൂരിറ്റി പോളിസി ഒരു കമ്പനിയുടെ ഭാഗമായി ഉണ്ട് എങ്കിൽ അത് സർക്കുലേറ്റ് ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ ഷോക്കേസ് ചെയ്യുന്നതിലൂടെയോ അതുമല്ലെങ്കിൽ
അതുപയോഗിച്ച് ഒരു ട്രെയിനിങ് നൽകുന്നതിലൂടെയോ സ്വാഭാവികമായും അവരുടെ എംപ്ലോയീസിനെ സെൻസിറ്റീവ് ഡാറ്റ കൈകാര്യം ചെയ്യുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ബോധവാന്മാരാക്കുവാൻ ഈ ഡോക്യുമെന്റുകൾ വളരെയധികം സഹായിക്കുന്നു. അടുത്തതായി സം ഇമ്പോർട്ടന്റ് സൈബർ സെക്യൂരിറ്റി പോളിസീസ്. വൈറസ് ആൻഡ് സ്പൈവെയർ പ്രൊട്ടക്ഷൻ പോളിസി, ഫയർവാൾ പോളിസി, ഇൻട്രൂഷൻ പ്രിവെൻഷൻ പോളിസി, ലൈവ് അപ്ഡേറ്റ് പോളിസി, ആപ്ലിക്കേഷൻ ആൻഡ് ഡിവൈസ് കൺട്രോൾ, എക്സെപ്ഷൻ പോളിസി, ഹോസ്റ്റ് ഇന്റഗ്രിറ്റി പോളിസി മുതലായവയാണ് ഏതാനും ചില സൈബർ സെക്യൂരിറ്റി പോളിസീസ്. ഇതിൽ ആദ്യത്തേത് വൈറസ് ആൻഡ് സ്പൈവെയർ പ്രൊട്ടക്ഷൻ പോളിസി. ഈ പോളിസി നടപ്പിൽ വരുത്തിയാൽ അവ ഇനി പറയുന്ന പരിരക്ഷ നൽകുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആന്റിവൈറസുകളും ഡിക്ഷണറി ബേസ്ഡ് ആയതിനാൽ തന്നെ സിഗ്നേച്ചറുകളാണ് വൈറസുകളെയും മാൾവെയറുകളെയും കണ്ടെത്തുവാൻ ഉപയോഗിക്കുന്നത്. ആയതിനാൽ തന്നെ സിഗ്നേച്ചറുകൾ ഉപയോഗിച്ച് വൈറസുകളുടെയും സുരക്ഷാ പാളിച്ചകളുടെയും പാർശ്വഫലങ്ങൾ കണ്ടെത്തുവാനും നീക്കം ചെയ്യുവാനും വേണ്ടി വന്നാൽ അതിനെ നന്നാക്കുവാനും, അതായത് റിപ്പയർ ചെയ്യുവാനും ആന്റിവൈറസിന് സാധിക്കുന്നതാണ്. മാത്രമല്ല, ഇന്റർനെറ്റിൽ നിന്നും ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അതിനെ കണ്ടെത്തുവാനും ഈ പോളിസി സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ സോണാർ ഹ്യൂറിസ്റ്റിക്സും റെപ്യൂട്ടേഷൻ ഡാറ്റയും ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സസ്പീഷ്യസ് ആയി പെരുമാറുന്നുണ്ട് എങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യുവാനും ഈ പോളിസിയിലൂടെ സാധിക്കുന്നതാണ്. അടുത്തതായി ഫയർവാൾ പോളിസി. ഇനി പറയുന്ന പരിരക്ഷ ഉറപ്പു നൽകുന്നതിനാണ് ഫയർവാളുകൾ ഉപയോഗിക്കുന്നത്. പബ്ലിക് നെറ്റ്വർക്കിലേക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന സിസ്റ്റങ്ങളെയും നെറ്റ്വർക്കുകളെയും അനധികൃത ആക്സസിൽ നിന്ന് അനധികൃത ഉപഭോക്താക്കളെ തടയുവാനാണ് ഫയർവാൾ പോളിസീസ് ഉപയോഗിച്ചു വരുന്നത്. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള അൺഓത്തറൈസ്ഡ് എൻട്രി പ്രിവെന്റ് ചെയ്യുക, സസ്പീഷ്യസ് ആയിട്ടുള്ള പാക്കറ്റുകളെ ഫിൽട്ടർ ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക എന്നിവയെല്ലാം ഫയർവാൾ പോളിസീസിന്റെ അണ്ടറിലാണ് വരുന്നത്. അതുപോലെ തന്നെ സൈബർ കുറ്റവാളികളുടെ സൈബർ ആക്രമണത്തെ കണ്ടെത്തുകയും പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതും ഫയർവാൾ പോളിസിയുടെ ഭാഗമാണ്. മാത്രമല്ല, അനാവശ്യ നെറ്റ്വർക്ക് ട്രാഫിക്കിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തുകയും അതിനെ നീക്കം ചെയ്യുകയും ചെയ്യുന്നതിലും മുഖ്യമായ പങ്ക് ഫയർവാൾ വഹിച്ചു പോരുന്നു. അടുത്തതായി ഇൻട്രൂഷൻ പ്രിവെൻഷൻ പോളിസി. നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സൈബർ ആക്രമണത്തെയും ബ്രൗസർ റിലേറ്റഡ് ആയിട്ടുള്ള സൈബർ ആക്രമണത്തെയും തിരിച്ചറിയുവാനും തടയുവാനും വൾനറബിലിറ്റീസിൽ നിന്നും ആപ്ലിക്കേഷനെ സേഫ് ഗാർഡ് ചെയ്യുവാനും നെറ്റ്വർക്കിലൂടെ വരുന്ന പാക്കറ്റുകളെ ആഴത്തിൽ പരിശോധിക്കുകയും മാൾവെയറുകളുടെ സാന്നിധ്യം കണ്ടെത്തുകയും പ്രോപ്പറായ രീതികളിലൂടെ പാക്കറ്റുകൾ എത്തിയിട്ടുള്ളത് എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളത് ഇൻട്രൂഷൻ പ്രിവെൻഷൻ പോളിസിയുടെ ഭാഗമാണ്. വളരെ ചുരുക്കി പറഞ്ഞാൽ, പുറത്തുനിന്നും യാതൊരു തരത്തിലുള്ള നുഴഞ്ഞുകയറ്റവും, അത് പാക്കറ്റുകളിലൂടെയുള്ള മാൾവെയറുകളാവാം, മറ്റു പല രീതിയിലുള്ള ആക്രമണങ്ങളാവാം, അതിനെ തടയുക എന്നുള്ളതാണ് ഇൻട്രൂഷൻ പ്രിവെൻഷൻ പോളിസിയുടെ ഭാഗമായി വരുന്നത്. അടുത്തതാണ് ലൈവ് അപ്ഡേറ്റ് പോളിസി. ഇതിനെ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിക്കാം. ഒന്ന്, ലൈവ് അപ്ഡേറ്റ് കണ്ടന്റ് പോളിസി. രണ്ട്, ലൈവ് അപ്ഡേറ്റ് സെറ്റിംഗ് പോളിസി. ആദ്യത്തേത് ലൈവ് അപ്ഡേറ്റ് കണ്ടന്റ് പോളിസി. സിസ്റ്റം അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ വേർഷൻ ഓഫ് ആപ്ലിക്കേഷൻ എന്നിവ കറന്റ് ആണ് എന്ന് ഉറപ്പുവരുത്തുകയും അല്ലെങ്കിൽ അതിനെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ലൈവ് അപ്ഡേറ്റ് കണ്ടന്റ് പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി ലൈവ് അപ്ഡേറ്റ് സെറ്റിംഗ് പോളിസി. സിസ്റ്റത്തിന്റെ സെറ്റിംഗ്സ്, ഫയർവാളിന്റെ ആവാം, മറ്റു ജനറൽ സെറ്റിംഗ്സ് ആവാം, ആന്റിവൈറസിന്റെ സെറ്റിംഗ്സ് ആവാം, പലതരത്തിലുള്ള സെറ്റിംഗ്സ് അപ് ടു ഡേറ്റ് ആണ് അല്ലെങ്കിൽ കറന്റ് ആണ് എന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് ലൈവ് അപ്ഡേറ്റ് സെറ്റിംഗ് പോളിസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവ രണ്ടും ഒരു സ്ഥാപനത്തിന്റെ സുരക്ഷയ്ക്ക് നിർബന്ധമാണ്. അടുത്തതായി ആപ്ലിക്കേഷൻ ആൻഡ് ഡിവൈസ് കൺട്രോൾ. പ്രധാനമായും ഇവ സിസ്റ്റം റിസോഴ്സസിനെ പ്രൊട്ടക്ട് ചെയ്യുവാനാണ് ഈ പോളിസി ഉപയോഗിക്കുന്നത്. അതായത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ്, പെരിഫറൽ ഡിവൈസസ്, മറ്റു അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയെല്ലാം മാനേജ് ചെയ്യുക, പുതുതായി കൂട്ടിച്ചേർക്കുക, പഴയതിനെ റിമൂവ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക എന്നിവയെല്ലാം ആപ്ലിക്കേഷൻ ആൻഡ് ഡിവൈസ് കൺട്രോൾ പോളിസിയുടെ അണ്ടറിലാണ് വരുന്നത്. അടുത്തതാണ് എക്സെപ്ഷൻസ് പോളിസി. വൈറസ് സ്പൈവെയർ സ്കാനുകൾ വഴി ഇൻഫെക്റ്റഡ് ആയ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രൊസീജറുകളെ കണ്ടെത്തുവാനും കണ്ടെത്തി കഴിഞ്ഞാൽ സിസ്റ്റത്തിനകത്തു നിന്നും അതിനെ ബാൻ ചെയ്യുക അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യുക എന്നത് ഈ പ്രൊസീജറിന്റെ ഭാഗമാണ്. അടുത്തത് ഹോസ്റ്റ് ഇന്റഗ്രിറ്റി പോളിസി. എന്റർപ്രൈസ് നെറ്റ്വർക്കുകളും ഡാറ്റയും സുരക്ഷിതമായി സൂക്ഷിക്കുവാനുള്ള ക്ലയന്റ് കമ്പ്യൂട്ടറുകളുടെ സുരക്ഷ നിർവചിക്കുക എന്നതാണ് ഈ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്റഗ്രിറ്റി
ഉറപ്പുവരുത്തുക എന്ന് സാരം. ഓരോ ക്ലയന്റുകളിലും ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് ഈ നയത്തിന്റെ ഭാഗമാണ്. കാരണം മാൾവെയറുകളും വൈറസുകളും നിമിത്തം ഇന്റഗ്രിറ്റി നഷ്ടമാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ തന്മൂലം സാധിക്കുന്നു. അടുത്തതായി സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ്. ഇൻഫർമേഷൻ ടെക്നോളജി, നെറ്റ്വർക്ക്സ്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും മെച്ചപ്പെടുത്തുകയുമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ആയതിനാൽ തന്നെ സുരക്ഷയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിനും സംയോജനത്തിനും പരസ്പര ബന്ധിതമായ പ്രവർത്തനക്ഷമതയും ഉറപ്പുവരുത്തുന്നതിന് രേഖാമൂലമുള്ള അടിസ്ഥാന മാനദണ്ഡങ്ങൾ കൂടിയേ തീരൂ. ഈ മാനദണ്ഡങ്ങളെയാണ് നമ്മൾ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പല തരത്തിലുള്ള അളവുകോലുകളുടെ, അതായത് പാരാമീറ്റേഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് നിലവിലെ ടെക്നോളജിയെ താരതമ്യ പഠനത്തിന് വിധേയമാക്കുന്നതും അസസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ശക്തിപ്പെടുത്തുന്നതും. അതായത് സുരക്ഷാ സ്റ്റാൻഡേർഡുകൾ പ്രപ്പോസ് ചെയ്യുന്ന പല തരത്തിലുള്ള പാരാമീറ്റേഴ്സുമായി നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജിയെ കമ്പയർ ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് മോശമാണ് എങ്കിൽ സ്വാഭാവികമായും അതിനെ നിലവാരമില്ലാത്ത ടെക്നോളജിയായും, അതല്ല കമ്പാരിസണിലൂടെ കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ എല്ലാ പാരാമീറ്ററും പുതിയ ടെക്നോളജി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ ഉപയോഗയുക്തമായ ടെക്നോളജിയായും വിലയിരുത്താവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ക്വാളിറ്റി മെഷർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ പാരാമീറ്ററും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾക്കായി ഉപയോഗിക്കുന്നത് എങ്കിൽ ഇത് പലതരത്തിലുള്ള സങ്കീർണതകളെയും കുറയ്ക്കുവാൻ സഹായിക്കുന്നു. സെക്യൂരിറ്റിയിൽ പുതിയ തരത്തിലുള്ള വൾണറബിലിറ്റീസ് ഉടലെടുക്കും തോറും സ്വാഭാവികമായും സ്റ്റാൻഡേർഡിന്റെ ഭാഗമായുള്ള പാരാമീറ്റേഴ്സിന്റെ അളവുകളും മാനദണ്ഡങ്ങളും കൂടേണ്ടി വരും. ആയതിനാൽ തന്നെ ഇത് പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുവാനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിന് സഹായിക്കുന്നു. അടുത്തതായി എസെൻഷ്യൽ കോമ്പണന്റ് ഓഫ് സൈബർ സെക്യൂരിറ്റി സ്ട്രാറ്റജി. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ഓർ ISO, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഓർ IT ആക്ട്, കോപ്പിറൈറ്റ് ആക്ട്, പാറ്റന്റ് ലോ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നിവയാണ് എസെൻഷ്യൽ കോമ്പണന്റ്സ് ആയി വിലയിരുത്തിയിരിക്കുന്നത്. അടുത്തതായി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. 1947 ഫെബ്രുവരി 23 ISO സ്റ്റാൻഡേർഡ് ഔദ്യോഗികമായി സ്ഥാപിച്ചത്. ഓരോ പ്രോഡക്റ്റിനും അതുപോലെ തന്നെ സർവീസുകൾക്കും വേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് തീരുമാനിക്കുകയും വികസിപ്പിക്കുകയും അതുപോലെ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനമായും ISOയിൽ നടന്നുവരുന്നത്. നേരത്തെ പറഞ്ഞ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ അളവുകോലുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ മേഖലയിലുമുള്ള, അതായത് വിവരസാങ്കേതിക വിദ്യ, ഭക്ഷ്യസുരക്ഷ, കൃഷി, ആരോഗ്യ സംരക്ഷണം തുടങ്ങി എല്ലാ വ്യവസായങ്ങളിലും വേണ്ട ക്വാളിറ്റി മെഷേഴ്സ് എന്തൊക്കെയാണ് എന്ന് ISO പ്രസിദ്ധീകരിക്കുകയും അസസ് ചെയ്യുകയും ചെയ്യുന്നു. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് നാളിതുവരെ 22,336 അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും അനുബന്ധ രേഖകളും ISO പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗുണനിലവാരം, സുരക്ഷ, കാര്യക്ഷമത എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, കമ്പ്യൂട്ടറുകൾ എന്നിവയ്ക്കായി ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന മാനദണ്ഡങ്ങൾ ISO സ്റ്റാൻഡേർഡ്സിന്റെ ഭാഗമായി നിലകൊള്ളുന്നു. ഉപഭോക്താവിലേക്ക് എത്തുന്ന ഏതൊരു പ്രോഡക്റ്റിന്റെയും സർവീസിന്റെയും ക്വാളിറ്റി നിർണ്ണയിക്കുവാൻ ഈ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് ലോകത്ത് അസസ്മെന്റ് നടത്താറുള്ളത്. ISO ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നോൺ ഗവൺമെന്റ് ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ കൂടിയാണ്. അടുത്തതായി ISO 27000 സീരിയസ് എന്താണ് എന്ന് പരിശോധിക്കാം. കൊമേഴ്സിൽ അടിസ്ഥാനപരമായി വേണ്ട സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി തന്നെയാണ്. ആയതിനാൽ മികച്ച രീതിയിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി കൈകാര്യം ചെയ്യുന്നതിനായി ഇന്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഇന്ന് മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് നിലവിലുണ്ട്. ഓർഗനൈസേഷനുകൾ നേരിടുന്ന സൈബർ ആക്രമണങ്ങളുടെ തോത് വർദ്ധിച്ചതാണ് ISO 27000 സീരീസ് എന്ന ആശയത്തിലേക്ക് നയിച്ചത്. ആയതിനാൽ ജീവനക്കാരുടെ വിശദാംശങ്ങൾ, സാമ്പത്തിക വിവരങ്ങൾ, ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നിവയെ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുവാൻ
ISO 27000 സീരീസിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രസ്തുത ഓർഗനൈസേഷനുകളെ സഹായിക്കുന്നു. അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും ISO 27000ന്റെ ഭാഗമായി ഉണ്ട് എന്നർത്ഥം. ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെ സംരക്ഷിക്കാനാവും എന്ന് സാരം. അടുത്തതായി ISO 27000 ടൈപ്സ്. ISO 27001, ISO 27000, ISO 27002, ISO 27005, ISO 27032 എന്നിവയെക്കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് ISO 27001. ഏതൊരു ഓർഗനൈസേഷന്റെയും ഉപഭോക്താക്കളുടെയും അവരുടെ ബിസിനസ് പങ്കാളികളുടെയും രഹസ്യ വിവരങ്ങളും ഡേറ്റയും മികച്ച സുരക്ഷാ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് ഈ മാനദണ്ഡങ്ങൾ ടെക്നോളജിയുടെ ഭാഗമായി ഉപയോഗിക്കുകയാണ് എങ്കിൽ സാധ്യമാവുന്നതാണ്. ഇതിലുള്ള പ്രോസസ് ബേസ്ഡ് അപ്രോച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇൻഫർമേഷൻ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, അതുപോലെ തന്നെ നടപ്പിൽ വരുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യുവാൻ ഈ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി സാധിക്കുന്നതാണ്. അടുത്തതായി ISO 27000. ISO 27001 ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളുടെ അല്ലെങ്കിൽ ടെർമിനോളജീസിന്റെ വിശദീകരണം നൽകുവാനാണ് ISO 27000 ഉപയോഗിച്ചു വരുന്നത്. അടുത്തതായി ISO 27002. ഒരു ഓർഗനൈസേഷനിൽ നടപ്പിൽ വരുത്തേണ്ട ഇൻഫർമേഷൻ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡുകൾക്കും ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് പ്രാക്ടീസുകൾക്കും ആവശ്യം വേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് ISO 27002 മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഒരു ഓർഗനൈസേഷനിൽ ഡാറ്റ അല്ലെങ്കിൽ വിവരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള റിസ്കുകളെ പരിഗണിച്ച് ഒരു ഇൻഫർമേഷൻ കൈകാര്യം ചെയ്യുമ്പോൾ എന്തെല്ലാം നിയന്ത്രണങ്ങൾ വേണമെന്നും ആ നിയന്ത്രണങ്ങളെ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നും അവ എങ്ങനെ നടപ്പിൽ വരുത്താമെന്നും ഇവ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവ മാനേജ് ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാം ISO 27002ന്റെ ഭാഗമായി ഉൾപ്പെട്ടിരിക്കുന്നു. അടുത്തതായി ISO 27005. ഇതിൽ ISO 27001 സൂചിപ്പിച്ചിരിക്കുന്ന പൊതു ആശയങ്ങളെ അല്ലെങ്കിൽ കോൺസെപ്റ്റുകളെ പിന്തുണയ്ക്കുകയും ഇൻഫർമേഷൻ ടെക്നോളജി കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട റിസ്ക് മാനേജ്മെന്റ് സമീപനത്തെ അടിസ്ഥാനമാക്കി ഇൻഫർമേഷൻ സെക്യൂരിറ്റി നടപ്പിലാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ISO 27005ന്റെ മാർഗനിർദ്ദേശങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അടുത്തതായി ISO 27032. ISO 27032 സൈബർ സെക്യൂരിറ്റി മാനദണ്ഡങ്ങളാണ് പ്രധാനമായും ഉൾപ്പെട്ടിട്ടുള്ളത്. ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് ഇവിടെ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് ഒരു കമ്പനിയിൽ നിന്നും പുറത്തു പോകുന്ന ഇൻഫർമേഷൻ ഒരിക്കലും പ്രസ്തുത ഇടപാടുകാർ അല്ലാതെ മറ്റാരും കൈകാര്യം ചെയ്യപ്പെടാതിരിക്കുവാനുള്ള സാഹചര്യം എങ്ങനെ ഒരുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ISO 27032 പറയുന്നത്. അതായത് ഇൻഫർമേഷൻ ഒരു ബിസിനസ് സ്ഥാപനം അവരുടെ ക്ലയന്റുമായോ അല്ലെങ്കിൽ അവരുടെ സപ്ലയറുമായോ ഷെയർ ചെയ്യേണ്ടി വരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഷെയർ ചെയ്യേണ്ടി വരുന്ന ഇൻഫർമേഷനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് ഈ മാർഗനിർദ്ദേശങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്തതായി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അല്ലെങ്കിൽ IT ആക്ട്. ഇതിനെ ITA 2000 എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങളെ തടയുന്നതിനുള്ള നിയമങ്ങളും വെബ് അധിഷ്ഠിത ബിസിനസ് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളും ഇന്ത്യയിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് ITA 2000ന്റെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. 1996 ഐക്യരാഷ്ട്രസഭ പാസാക്കിയ ഇ-കൊമേഴ്സ് നിയമത്തെ ആധാരമാക്കിയാണ് ഇന്ത്യയിൽ ITA 2000 പാസാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ തടയുകയും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ദുരുപയോഗത്തെ കണ്ടെത്തുകയും വിക്ടിമിന് നിയമപരിരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് IT ആക്ട് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഇലക്ട്രോണിക് ബിസിനസ്, ഇലക്ട്രോണിക് ഇടപാടുകൾ, ട്രേഡ് എന്നിവയ്ക്ക് സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പരിരക്ഷ നൽകുകയും ആയതിലൂടെ ഇ-കൊമേഴ്സിന്റെ സാധ്യതകളെ പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതും IT ആക്ടിന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. IT ആക്ടിൽ 13
ചാപ്റ്ററുകളും 94 സെക്ഷൻസും 4 ഷെഡ്യൂളുകളുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ 14 സെക്ഷൻസ് ഡിജിറ്റൽ സിഗ്നേച്ചറുകളെ കുറിച്ചും മറ്റുള്ള സെക്ഷൻസ് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റുകൾ നൽകുവാൻ ആർക്കാണ് അധികാരം എന്നുള്ളതിനെയും നിർവചിക്കുന്നു. 43 മുതൽ 47 വരെയുള്ള വകുപ്പുകൾ പിഴയും നഷ്ടപരിഹാരവും കൈകാര്യം ചെയ്യുന്നു. 48 മുതൽ 64 വരെയുള്ള വകുപ്പുകൾ വിവിധങ്ങളായ കോടതിയിലെ അപ്പീലുകളെ സൂചിപ്പിക്കുന്നു. 65 മുതൽ 79 വരെയുള്ള വകുപ്പുകൾ വിവിധങ്ങളായ സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളവയാണ്. 80 മുതൽ 94 വരെയുള്ള വകുപ്പുകൾ IT ആക്ടിന്റെ മറ്റു പലവക നിയമങ്ങളെയും കൈകാര്യം ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ IT ആക്ട് നിലവിൽ വന്നിരിക്കുന്നത് സൈബർ കുറ്റകൃത്യങ്ങളെ തടയുവാനും സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പരിരക്ഷ നൽകുവാനും അതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്ക് നിയമ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി തന്നെയാണ്. ഇതിന് മുകളിൽ പറഞ്ഞ പലതരത്തിലുള്ള സെക്ഷൻസും പ്രയോജനപ്പെടുത്തുന്നു. അതായത് ഫൈനിന് വേണ്ടി ഒരുപക്ഷെ 43 മുതൽ 47 വരെയുള്ള വകുപ്പുകളാണ് എങ്കിൽ അപ്പീലിന് 48 മുതൽ 64 വരെയുള്ള വകുപ്പുകളും കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് 65 മുതൽ 79 വരെയുള്ള വകുപ്പുകളും ഉപയോഗിക്കുന്നു എന്ന് അർത്ഥം. അടുത്തതായി കോപ്പിറൈറ്റ് ആക്ട് 2012 അമെൻമെന്റിലൂടെ 1957 കോപ്പിറൈറ്റ് ആക്ടിൽ നിയമ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. 21 ജനുവരി 1958 മുതൽ ഈ നിയമം പ്രാബല്യത്തിലുണ്ട്. ഭേദഗതി 2012 എന്ന് മാത്രം. പകർപ്പവകാശം എന്നത് നിയമപരമായ ഒരു ടേം തന്നെയാണ്. അതായത് യഥാർത്ഥ രചയിതാവിന്റെ സൃഷ്ടികളുടെ ഉടമസ്ഥാവകാശം അതുപോലെ തന്നെ പകർന്നു കൊടുക്കുവാനുള്ള അതായത് കോപ്പി ചെയ്യുവാനുള്ള അവകാശം എന്നിവ നിയമപരമായി ആർക്കാണ് എന്ന് വ്യക്തമായ രൂപത്തിൽ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. ഉദാഹരണത്തിന് ഒരു വീഡിയോ ചെയ്താൽ ആ വീഡിയോയുടെ പകർപ്പവകാശം ആരിൽ അർപ്പിതമാണ് എന്ന് ഈ നിയമത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു എന്ന് സാരം. ഇത് ലംഘിക്കുന്നത് കുറ്റകരമാണ്. മറ്റൊരാൾ ആ വീഡിയോ അതിന്റെ സൃഷ്ടാവിന്റെയോ അല്ലെങ്കിൽ അതിന്റെ പകർപ്പവകാശം ഉള്ള ആളിൽ നിന്നും സമ്മതം വാങ്ങാതെയോ പബ്ലിഷ് ചെയ്യുന്നത് കുറ്റകരമാണ് എന്ന് സാരം. വീഡിയോയ്ക്ക് മാത്രമല്ല ബുക്കുകൾ, മൂവി, മ്യൂസിക്, കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്നിവേണ്ട പല കാര്യങ്ങൾക്കും കോപ്പിറൈറ്റ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. ഒരു സൃഷ്ടി ചിലപ്പോൾ ഒരു ബുക്കായിരിക്കാം, ഒരു കവിതയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിരിക്കാം. ഇതിനെ പകർത്തുവാനും അതായത് കോപ്പി ചെയ്യുവാനും വിൽക്കുവാനും ആർക്കാണ് അധികാരം എന്നത് കൃത്യമായി ഇതിൽ നിർവചിക്കുന്നു. സ്വാഭാവികമായും തന്മൂലമുണ്ടാകുന്ന സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ആരായിരിക്കണമെന്ന് ഇതിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് അർത്ഥം. അടുത്തതായി എന്തെല്ലാം കാര്യങ്ങളാണ് കോപ്പിറൈറ്റ് ആക്ട് കവർ ചെയ്യുന്നത് എന്ന് നോക്കാം. റൈറ്റ്സ് ഓഫ് കോപ്പിറൈറ്റ് ഓണർ, വർക്ക്സ് എലിജിബിൾ ഫോർ പ്രൊട്ടക്ഷൻ, ഡ്യൂറേഷൻ ഓഫ് കോപ്പിറൈറ്റ്, ഹൂ ക്യാൻ ക്ലെയിം കോപ്പിറൈറ്റ് എന്നിവയെല്ലാം കോപ്പിറൈറ്റ് ആക്ടിന്റെ നിയന്ത്രണത്തിൽ വരുന്നതാണ്. ഇതിൽ ആദ്യത്തേത് റൈറ്റ്സ് ഓഫ് കോപ്പിറൈറ്റ് ഓണേഴ്സ്, അതായത് ഒരു കോപ്പിറൈറ്റ് ഓണറിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക, അയാളുടെ റൈറ്റ്സ് എന്തെല്ലാമാണ് എന്ന് ഈ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് സാരം. അടുത്തതായി വർക്ക്സ് എലിജിബിൾ ഫോർ പ്രൊട്ടക്ഷൻ, ഏതെല്ലാം തരത്തിലുള്ള വർക്കുകളാണ് കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷന് അർഹതയുള്ളത് എന്നും കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അടുത്തതാണ് ഡ്യൂറേഷൻ ഓഫ് കോപ്പിറൈറ്റ്, ഒരു കോപ്പിറൈറ്റ് ഓണറുടെ കണ്ടന്റിന് എത്ര സമയം അല്ലെങ്കിൽ എത്ര കാലം കോപ്പിറൈറ്റ് പരിരക്ഷ ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഹൂ ക്യാൻ ക്ലെയിം കോപ്പിറൈറ്റ്, ആർക്കാണ് കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യാൻ കഴിയുക? ഒന്നുകിൽ അതിന്റെ സൃഷ്ടാവിനായിരിക്കാം, അല്ലെങ്കിൽ അതിന് സൃഷ്ടാവിനെ അല്ലെങ്കിൽ ക്രിയേറ്ററെ ഏർപ്പെടുത്തിയിരിക്കുന്ന കമ്പനികളായിരിക്കാം. അടുത്തത് കോപ്പിറൈറ്റ് ആക്ട് ഡസ് നോട്ട് കവേഴ്സ്, കോപ്പിറൈറ്റിന്റെ പരിധിയിൽ വരാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഐഡിയാസ്, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ്, പ്രോസസ്സസ്, കോൺസെപ്റ്റ്സ്, സിസ്റ്റം പ്രിൻസിപ്പിൾസ്, ഡിസ്കവറീസ് ഇവയൊന്നും കോപ്പിറൈറ്റ് ആക്ടിന്റെ സംരക്ഷണ വലയത്തിൽ പെടുന്നില്ല എന്ന് സാരം. ഉദാഹരണത്തിന് എന്റെ കയ്യിൽ ഒരു ആശയമുണ്ട്, അതിന് കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ ലഭിക്കില്ല എന്ന് സാരം. വ്യക്തമായ രൂപത്തിൽ അല്ലാതെ ടാഞ്ചിബിൾ ഫോമിലുള്ള വർക്കുകൾക്ക് ഒരിക്കലും കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷന്റെ പരിരക്ഷ ലഭിക്കില്ല. സ്പെസിഫിക് ആയിരിക്കണം എന്ന് സാരം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതോ ഇതോ എന്ന് പറയുന്ന രീതിയിലുള്ള ഒന്നിനും ഈ നിയമ പരിരക്ഷ ലഭിക്കില്ല എന്ന് സാരം. മുന്നേ ഫെമിലിയർ ആയിരിക്കുന്ന സിംബൽസിനും ഡിസൈൻസിനും ഒരിക്കലും കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ ലഭിക്കില്ല. അതുപോലെ തന്നെയാണ് ടൈറ്റിൽസ്, നെയിം,
ഷോർട്ട് ഫ്രേസസ്, സ്ലോഗൻസ് ഇവയ്ക്കും ഇതിന്റെ പരിരക്ഷ ലഭിക്കില്ല. അതുപോലെ തന്നെയാണ് ടൈപ്പോഗ്രാഫിക് ഓർണമെന്റേഷൻ, അക്ഷരങ്ങൾ, അതുമല്ലെങ്കിൽ അവയിൽ വന്നിരിക്കുന്ന നിറവ്യത്യാസങ്ങൾ എന്നിവയ്ക്കൊന്നും കോപ്പിറൈറ്റിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കില്ല എന്ന് സാരം. അടുത്തതായി പാറ്റന്റ് ലോ. പുതിയ കണ്ടുപിടുത്തങ്ങൾ അതുപോലെ തന്നെ ഡിസൈൻസ് എന്നിവയുടെ മോഷണം തടയുന്നതിനും പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമാണ് സാധാരണയായി പാറ്റന്റ് ലോ ഉപയോഗിച്ചു വരുന്നത്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആപ്പിളിനും സാംസങ്ങിനും ഇടയിൽ നടന്ന കേസ്. അവിടെ പ്രധാനമായും ആപ്പിൾ വാദിച്ചത് അവരുടെ പാറ്റന്റ് സാംസങ് ലംഘിച്ചു എന്നുള്ളതാണ്. അതിന് വലിയ ഒരു തുക തന്നെ ആപ്പിളിനും കോടതി നഷ്ടപരിഹാരമായി വിധിക്കുകയും ചെയ്തു. പാറ്റന്റിന്റെ സംരക്ഷണമുള്ള ഏതാനും ചില കാര്യങ്ങളെ പരിചയപ്പെടാം. ഒന്ന്, ടാഞ്ചിബിൾ സയന്റിഫിക് ഇൻവെൻഷൻസ്, സർക്യൂട്ട് ബോർഡുകളുടെ ഡിസൈൻസ്, ഹീറ്റിംഗ് കോയിൽസ്, കാർ എഞ്ചിൻസ്, സിപ്പേഴ്സ്, ഇതിന്റെ എല്ലാം പുതിയ ഇൻവെൻഷനോ അല്ലെങ്കിൽ മോഡിഫിക്കേഷനോ പാറ്റന്റ് ചെയ്യപ്പെടാവുന്നതാണ്. ഒരു പാറ്റന്റ് ചെയ്യപ്പെട്ട പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു വസ്തു പ്രസ്തുത കമ്പനിക്ക് മാത്രമേ അല്ലെങ്കിൽ ഓർഗനൈസേഷന് മാത്രമേ നിർമ്മിക്കുവാനോ ഉപയോഗിക്കുവാനോ വിൽപ്പന നടത്തുവാനോ കയറ്റുമതി ചെയ്യുവാനോ ഉള്ള അധികാരമുള്ളൂ. മറ്റുള്ളവർക്ക് അതിനുള്ള അധികാരമില്ല എന്ന് സാരം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു കുറ്റകൃത്യമായി തന്നെ പരിഗണിക്കപ്പെടും. ഇനി എങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പാറ്റന്റ് അനുവദിക്കുന്നത് എന്ന് ചോദിച്ചാൽ, തീർത്തും പുതിയ ഒരു ഇൻവെൻഷൻ ആണെങ്കിൽ അതിന് പാറ്റന്റ് അനുവദിക്കപ്പെടാം. പ്രകൃതിദത്തമല്ലാത്ത ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രകൃതിദത്തമല്ലാത്ത ഒരു പ്രോസസ്, ഇവയെയും പാറ്റന്റ് ചെയ്യാം. ഉദാഹരണത്തിന് നമുക്കൊരു മഞ്ഞൾ എടുക്കാം. മഞ്ഞളിനെ ആസ് ഇറ്റ് ഈസ് പാറ്റന്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ മഞ്ഞളിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രത്യേകതരം വസ്തു വേർതിരിച്ചെടുക്കുകയാണ് എങ്കിൽ അതിനെ കൃത്യമായി പാറ്റന്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് നാച്ചുറൽ അല്ലാത്തത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയതായി ഉണ്ടാകുന്ന ഒരു സാങ്കേതിക വിദ്യ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവണം. ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ പാറ്റന്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അല്ലെങ്കിൽ IPR. ഒരു ഇൻവെൻഷന്റെ ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ആ ഇൻവെൻഷന്റെ പാറ്റന്റ് ഓണേഴ്സ്, അതുപോലെ തന്നെ ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റഡ് വർക്ക്, മറ്റ് അദൃശ്യമായ ആസ്തികൾ എന്നിവയിൽ നിന്ന് പ്രയോജനം നേടാൻ അനുവദിക്കുന്ന ഒരു അവകാശമാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സയന്റിഫിക്കായ, സാഹിത്യപരമായ, കലാപരമായ നിർമ്മാണങ്ങളുടെ ഓതർഷിപ്പിന്റെ ഫലമായി ഉണ്ടാകുന്ന ധാർമ്മികവും ബൗദ്ധികവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിന്ന് പ്രയോജനം നേടാനുള്ള അവകാശം ഇത് നൽകുന്നു എന്നർത്ഥം. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സൃഷ്ടി IPRന്റെ പരിധിയിൽ വരുന്നതോടെ ഈ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ അവകാശങ്ങൾ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഇതിന്റെ കുത്തക അതിന്റെ ഉടമയിൽ മാത്രം നിലനിർത്തുവാൻ ഈ IPR പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ട് എങ്കിൽ ആ പ്രോഡക്റ്റ് IPRന്റെ പരിധിയിൽ വരുന്നുണ്ട് എങ്കിൽ ആ പ്രോഡക്റ്റിന്റെ എല്ലാ തരത്തിലുമുള്ള ഉപയോഗം, അതായത് വിൽപ്പന, അതിനെ കോപ്പി ചെയ്യുക എന്നുള്ള അവകാശമെല്ലാം IPR ഉടമയിൽ മാത്രം നിലനിർത്തുന്നു എന്നർത്ഥം. ഉദാഹരണത്തിന് ഒരു മരുന്ന് കമ്പനി പുതിയതായി ഒരു മരുന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ മരുന്നിനെ അവർ IPRന്റെ പരിരക്ഷയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും ആ കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ടാക്കുവാനുള്ള അനുവാദം അല്ലെങ്കിൽ കുത്തക IPR ഉടമയിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും എന്ന് സാരം. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾ 27 IPR അവകാശങ്ങളെ കുറിച്ച് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞാൽ ഒരു ഇൻവെൻഷന്റെ ഉടമസ്ഥാവകാശം, അതായത് അതിൽ ബാക്കിയുള്ള റിസർച്ചുകളാവാം, അല്ലെങ്കിൽ അതിന്റെ വിപണന അവകാശമാവാം, അതുമല്ലെങ്കിൽ അത് കൈവശം വെക്കുവാനുള്ള അവകാശമാവാം, എല്ലാം IPR ഉടമയിൽ നിക്ഷിപ്തമാണ് എന്ന് സാരം. മറ്റൊരാൾക്കും അവരുടെ അനുവാദം കൂടാതെ അതിനെ ഉപയോഗിക്കുവാൻ കഴിയില്ല എന്നതാണ് ഇത്രയും നേരം പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. IT ലോയെ കുറിച്ചും കോപ്പിറൈറ്റ് ആക്ടിനെ കുറിച്ചും പേറ്റന്റിനെ കുറിച്ചും ഇനിയും ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതായി ഉണ്ട്. അത് മറ്റേതെങ്കിലും ഒരു സെഷനിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം എന്ന് വിചാരിക്കും.